മോര് കാച്ചിയത് ഉണ്ടാക്കാനായിട്ട് നല്ല പുളിപ്പുള്ള മോരാണെങ്കിലാണ് കേട്ടോ ബെസ്റ്റ്. ഞാനിവിടെ മിൽമയുടെ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. തേങ്ങയരപ്പ് തയ്യാറാക്കാനായിട്ട് ചിരകിയ തേങ്ങയിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് അരിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഉപയോഗിക്കുന്നത്. പത്തിരിപ്പൊടിയോ പുട്ടുപൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ അരപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ ഒരല്പം കൂടെ വെള്ളവും പാകത്തിനുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഒക്കെ വെച്ചിട്ട് ഇടവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നമുക്ക് വീണ്ടും കാണാമല്ലോ.